2 ദിവസമായി നടന്ന വട്ടോളിപ്പറമ്പ് വട്ടോളി ദേവി ക്ഷേത്രത്തിലെ പാട്ടുത്സവം സമാപിച്ചു. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി പാതിരിശ്ശേരി മിഥുൻ നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി താമരക്കുളം ധനേഷ് നമ്പൂതിരി, ശാന്തി ബംഗ്ലാവിൽ ശങ്കരുണ്ണി നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 2 ദിവസങ്ങളായി നടന്ന വട്ടോളിപ്പറമ്പ് വട്ടോളി ദേവി ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിനാണ് സമാപനമായത്. തൊഴുകൈകളുമായി നാമജപ മന്ത്രങ്ങൾ ഉരുവിട്ട് ആയിരങ്ങൾ സാക്ഷിയായി നിൽക്കെ ഭഗവതി ആനപ്പുറത്ത് മുല്ലയ്ക്കൽ പാട്ടിന് ആലവട്ടവും വെഞ്ചാമരവുമായി എഴുന്നള്ളിയത് ഭക്തിസാന്ദ്രമായി. പാണ്ടിമേളവും കുത്തുവിളക്കും പന്തവും അകമ്പടിയായി. ഗജവീരൻ ശങ്കരത്തുപറമ്പ് ഗണപതി ഭഗവതിയുടെ തിടമ്പേറ്റി. പാട്ടുപുരയിൽ അറയിൽ ഭഗവതി മുവന്തിക്കാളിയുടെ കളം പൂർത്തിയായി. മംഗലരൂപിണിയായ ദേവിയുടെ പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി പാതിരിശ്ശേരി മിഥുൻ നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി താമരക്കുളം ധനേഷ് നമ്പൂതിരി, ശാന്തി ബംഗ്ലാവിൽ ശങ്കരുണ്ണി നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പറവെപ്പ്, ദേവി മാഹാത്മ്യ പാരായണം, പ്രഭാഷണം, അക്ഷരശ്ലോക സദസ്സ്, നൃത്തനൃത്യങ്ങൾ, മെഗാ തിരുവാതിരക്കളി, കാഴ്ചവരവാഘോഷം, സ്പെഷ്യൽ ഇരട്ടത്തായമ്പക, വാദ്യസമന്വയം, ധാരികാപദം തോറ്റമ്പാട്ട്, കേളികൊട്ട്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, വിവിധ നൃത്തയിനങ്ങൾ, അരങ്ങേറ്റം, ഗാനമേള, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ, സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു. ഊട്ടുപുരയിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഒരുക്കിയിരുന്നു. അതിനിടെ ഞായറാഴ്ച രാത്രി നടന്ന മുല്ലയ്ക്കൽ പാട്ടിനെഴുന്നള്ളത്തിനിടെ ദേവിയുടെ തിടമ്പേറ്റിയ ആനയ്ക്ക് പരിക്കുണ്ടെന്നും എഴുന്നള്ളിക്കരുതെന്നുമുള്ള സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ സത്യപ്രഭയുടെ നിർദ്ദേശമെത്തിയത് ഭക്തരുടെ പ്രതിഷേധത്തിനും ഇടയാക്കി. ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ട്രസ്റ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.